ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് പ്ലസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 23 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് കുഴപ്പമില്ലാത്ത എപ്പിസോഡായിരുന്നു. ഒത്തിരി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയില്ല, പക്ഷെ ഒരു ആവറേജ് ഉള്ള എപ്പിസോഡായിരുന്നു. ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അടിമകൾക്ക് പണി കിട്ടിയത്, പിന്നെ നമ്മുടെ അനുമോളുടെ കരച്ചിൽ സ്റ്റിൽ കണ്ടിന്യൂസ്, പിന്നെ നമ്മുടെ സ്വേച്ഛാധിപതികളുടെ ഒരു വിളയാട്ടം, അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ എപ്പിസോഡിനുണ്ടായിരുന്നത്. സോ മോർണിംഗ് ഡാൻസോടുകൂടിയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അനുവും ബിന്നിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ മറ്റേ അപ്പാനിയെ പറ്റി പറയുന്നുണ്ട്. അനു പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ കയറില്ല. കാരണം തലേദിവസം അപ്പാനി പറഞ്ഞായിരുന്നല്ലോ കിച്ചണിൽ കയറില്ല എന്നൊക്കെ അനുവിനോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ അപ്പാനി പറഞ്ഞു കഴിഞ്ഞാൽ കയറത്തില്ല, രാവിലെ തന്നെ അടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പാനി അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് പറയുന്നുണ്ട്, അനു ഒന്നും ചെയ്യുന്നില്ല, അനുവാണല്ലോ കിച്ചണിലോട്ട് വിളിച്ചിട്ടും വരുന്നില്ല, ഇനിയാണ് ഞാൻ പോയി വിളിക്കുന്നില്ല, വരുവാണെന്നുണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയോട് പറയുന്നുണ്ട്. പിന്നെ അനുവും പിന്നെയും വീണ്ടും അപ്പാനിയെ പറ്റി സംസാരിക്കുന്നതിന് കാണിക്കുന്നത്. അന്നേരം അതായത് അപ്പാനെയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനായിട്ട് ഫുൾ ടൈം കിച്ചണിൽ വേറെ ടീമിനെ നോക്കുന്നില്ല, മറ്റേ എപ്പോഴും പുള്ളി കിച്ചണിൽ തന്നെ നിൽക്കുകയാണെന്നൊക്കെ അനു പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരാൾക്ക് നിന്ന് ചെയ്യാനുള്ള ഒരു ഇതേ ഉള്ളൂ, ആ കിച്ചണിലുള്ളൂ, അതിനാണ് ഇത്രയും ആൾക്കാരെയൊക്കെ കയറ്റിയിരിക്കുന്നത്. അതായത് റെനെ കയറ്റിയത് അനുവിന് ഒട്ടും താല്പര്യപ്പെട്ടില്ല. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അനു പറയുന്നത്. പിന്നെ നെവിനും അനീഷും കൂടെ, മറ്റേ നെവിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പുരാനായിട്ടൊക്കെ നിന്നിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. അവരമ്മയുള്ള ഒരു കോമ്പിനേഷൻ അനീഷുമായിട്ടുള്ളത്. ഞാൻ നെവിൻ വർമ്മ തമ്പുരാനാണ്, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. ഇത് രാജശാസനമാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അവരെ അക്ബറും ആര്യനും എല്ലാവരും ഇവിടെ അടുത്തൊക്കെ ഉണ്ട്. എന്നിട്ട് ആര്യനാണെങ്കിൽ കൊട്ടാരത്തിലെ തൂപ്പുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പറയുന്നുണ്ട്. ശരിക്കും അനീഷും നെവിനുമാണ് ആ ക്യാരക്ടർ വെച്ചിട്ട് നന്നായിട്ട് കളിച്ചത്. പിന്നെ അവരങ്ങനെയുള്ളൊരു കുറച്ച് കോമഡി കോൺവെർസേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോളെ ഇപ്പം ദേഷ്യപ്പെട്ട ഒരു സൈഡിൽ ഇങ്ങനെ മാറിയിരിക്കുക. അപ്പോൾ അക്ബർ ചോദിക്കുന്നത്, എന്താണ് അനുമോളെ കൊണ്ടിതപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആര്യനോട് ആര്യൻ എന്താ സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണോ കൊണ്ടിതപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട്. മുഖത്താണ് ശുണ്ടി. അപ്പം അനുമോളെ ചൂടാവുമ്പോഴാണ് കാണാൻ ഭംഗി എന്നൊക്കെ അക്ബർ പറഞ്ഞ് അനുമോളെ ഇങ്ങനെ ഇരികേറ്റുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. പിന്നെ നെവിന് അനുവിനെ വന്നിട്ട് നെവിൻ വിളിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അനു പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടിമകളുടെ ടീമിലുള്ളതല്ല, അവരോട് പോയി എന്നോട് എന്ന് പറയണ്ടായി. എന്നിട്ട് നെവിൻ പറയുന്നത്, നീ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ ബോടാ എടി ബോഡി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം അത് വീട്ടിൽ പോയി വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ അക്ബർ പിന്നെ അനുവിനെ വീണ്ടും കളിയാക്കുക. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം, ഇളക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റ മനുഷ്യരെ അടുപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ കളിയാക്കി വിടുന്നുണ്ട്. പിന്നെ അപ്പാനി നൂരങ്ങളുള്ളൊരു സംസാരമാണ് അനുമോളെ പറ്റി എടുക്കുന്നുണ്ട്. പണിയെടുക്കാതെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അഭിലാഷ് അവിടെ ഉണ്ട്. അപ്പം എന്നായിട്ട് പറയുന്നത്, അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പണിയെടുക്കണം, അനു മാത്രം പണിയെടുക്കാതെ മാറിയിരിക്കുകയാണെന്ന്. അതങ്ങനെ അന്നേരം അഭിലാഷ് പറയുന്നത്, അങ്ങനെ പണിയെടുക്കാതിരിക്കാമെന്ന് മാറിയിരിക്കാമെന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറിയിരിക്കും എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത്, അനു മാറിയിരുന്ന ആരും കാണാതെ ആപ്പിളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അക്ബർ അതിലേക്കൂടെ വന്നിട്ട് പറഞ്ഞു, നീ പോയി ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പാനിയും വന്ന് വിളിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ ബിന്നി വന്നിട്ട് ഭക്ഷണത്തിനോടൊന്നും ഇത് കാണിക്കാതെ ഫുഡ് വന്ന് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അനു പോകുന്നില്ല. പിന്നെ അനു ശൈത്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കും അന്നേരം അനു പറയുന്നുണ്ട്, ഇനി ആർക്കും ഞാനിവിടെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അഭിലാഷ് വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ പണി ചെയ്യുക, വെസൽ ചെയ്യാൻ പറഞ്ഞില്ലേ, നീ അവിടോട്ട് പോയി വയ്ക്കുന്നത്, കിച്ചണിൽ റെന ഉള്ളതുകൊണ്ട് നിനക്ക് കയറാൻ വയ്യാന്നുണ്ടെങ്കിൽ വെസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അഭിലാഷ് അനുവിനോട് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അനു വന്നിട്ട് വെസൽ വന്നിട്ട് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കളിക്കുന്നത് നമ്മുടെ നെവിൻ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം പട്ടി കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നെവിനെ കളിയാക്കുന്നുണ്ട്. പിന്നെ നെവിനാണെങ്കിൽ അനുവിനെ പറ്റി പറയുന്നുണ്ട്, നീ അവൾ നാടകക്കാരിയാണ്, ഇവളെ ഞാൻ പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അപ്പാനിയും അക്ബറിൻ്റെ ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷേ ആ കണ്ടസ്റ്റൻറ്റ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചു. അനു അപ്പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അനു ഷാനവാസം കൂടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവർ ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയായപ്പോഴത്തേക്കും വന്ന് കഴിച്ചു. അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വൈകുന്നേരം താമസിച്ച് കഴിക്കും. അപ്പോൾ റെന അവിടെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ രാത്രിയിലായി കണ്ടസ്റ്റൻ്റ്, അപ്പം രാത്രിയിലത്തെ ഫുഡ് വേണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇനിയാണെങ്കിൽ അടുത്തെന്ന് പറയുന്നത് പണിപ്പുരയിൽ ബിഗ് ബോസ് പറയുന്നത്, പണിപ്പുരയിൽ ജിസയിലും നെവിനും മാത്രമേ കയറാൻ പറ്റുന്നുണ്ട്. പോയിൻറ്റിന് ഒരു പരിധിയുമില്ല. 3 റൗണ്ടുണ്ട്, 20 സെക്കൻഡ്, 3 റൗണ്ടിൽ 20 സെക്കൻഡ് വീതമുള്ള 3 റൗണ്ടുണ്ട്. സ്വന്തം വസ്ത്രങ്ങൾ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആരെയും അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഫുഡ് എടുക്കാൻ പറ്റും. പിന്നെ മറ്റേ നിവീനും ജിസയിലും പണിപ്പുരയിൽ കയറാൻ വേണ്ടി തയ്യാറാകുന്നു. ഫസ്റ്റ് റൗണ്ട് കയറിയിട്ട് അവർ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഫുഡ് ഐറ്റംസ് ഒക്കെയാണല്ലോ എടുത്തത്. അപ്പം ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് എനിക്കും സന്തോഷമായി എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. നെവിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ അവർ ഫുഡ് ഐറ്റംസ് എല്ലാം എടുത്തത്. അപ്പം നെവിൻ പറയുന്നുണ്ട് ഇനി അടുത്ത റൗണ്ടിൽ എൻ്റെ വസ്ത്രമൊക്കെ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനുവും ശൈത്യം അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട് ഇവരെടുത്ത സാധനങ്ങൾ കട്ടെടുക്കാതെ, കാരണം ഡയറക്റ്റ് പോയി എടുക്കത്തില്ലല്ലോ, കാരണം അവരോട് അവരുടെ ജിസേല ഇനത്തിലുള്ളത് കാരണം അവരുടെ സാധനം നാനും എടുക്കത്തില്ല, അപ്പോൾ കാണാതെ എടുക്കാമെന്നൊക്കെ അവർ പറഞ്ഞൊരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നെവിനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഒരു സാധനം നിനക്ക് തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ അടുത്ത റൗണ്ട് വരുന്നുണ്ട് പണിപ്പുരയുടെ. അപ്പോൾ ആര്യനാണെന്നുണ്ടെങ്കിൽ ആര്യൻ അവിടെ നിന്ന് എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഫുഡിന് വേണ്ടി ഇപ്പോൾ എനിക്ക് ഫുഡും വേണ്ട വസ്ത്രം വേണ്ട എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് റൗണ്ട് വരുന്നുണ്ട്. നെവിനും ജിസേലും കയറുന്നുണ്ട്. കുറേയധികം സാധനങ്ങൾ അവരെടുത്തുകൊണ്ട് വരുന്നുണ്ട്. നെവിൻ എന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ബിഗ് ബോസ് ക്രൂരനാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, പക്ഷേ തങ്കപ്പെട്ട മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജിസേലാണെന്നുണ്ടെങ്കിൽ അനുവിൻ്റെ വസ്ത്രം എടുത്തത് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ജിസേലിൻ്റെ, അത് തിരിച്ചു വെക്കുന്നുണ്ട്. പിന്നെ നെവിന് വന്ന് വീണ്ടും ക്യാമറയോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് ഈ അധികാരം ഒരു മാസത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ അനുമോളെ കൺഫെഷൻ റൂമിൽ അനുമോളെ ഇങ്ങനെ സൈഡിൽ നിന്ന് കരയുന്നത് എന്തോ ഇത് കാണിക്കുന്നുണ്ട്. അതായത് അനുമോളുടെ ഡ്രസ്സ് എടുക്കാത്തതിൻ്റെയാണോ എന്താണെന്നറിയില്ല. അനുമോൾ എന്നിട്ട് കൺഫെഷൻ റൂമിൽ ചെല്ലുന്നുണ്ട്. ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നു. അപ്പോൾ എന്നെ എല്ലാവരും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുവാണ്, എനിക്ക് ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നുവാണ്, അമ്മയുടെ സൗണ്ട് കേൾക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അന്നേരം ബിഗ് ബോസ് പറയുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ അനുമോൾ വരുന്നത്, അനുമോൾ വേറെ ആൾക്കാരെ നോക്കിയാണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആശ്വസിപ്പിച്ചൊക്കെ അവർ അനുവിനെ വിടുന്നുണ്ട്, കരയില്ലെന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. പിന്നെ ജിസേൽ അതിലൂറയും ഒക്കെ സംസാരിക്കുന്നത്. അപ്പം ജിസേൽ പറയുന്നുണ്ട് ഭയങ്കര ഡ്രാമ, അനുവിനെ പറ്റി പറയുന്നത് ഭയങ്കര ഡ്രാമയാണ്, മുടി വെട്ടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഫോട്ടോ എത്തിക്കുമ്പോഴത്തേന് വലിയ പ്രശ്നമാണ്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാതെ ഫുള്ള് ഡ്രാമയാണെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ്, ആര്യനെ, ശൈത്യാനും ഇവരെല്ലാം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ആരും പറയുന്നുണ്ട് അനുമോളെ കാണാൻ വന്നതാണ്. അപ്പോൾ അനു പറയുന്നത് എൻ്റെ കാര്യം നോക്കാൻ നീ വരണ്ട. ആരും എന്നിട്ട് മറ്റേ ഇങ്ങനെ വിഷറി കൊണ്ടൊക്കെ അനുവിന് ഇങ്ങനെ വീശിയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം അനു പറയുന്നുണ്ട് നീ കൂടുതൽ ഇതിന് വരേണ്ട, ഫോട്ടോ എത്തിച്ച സമയം വന്നിട്ട് ഞാൻ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഷാനവാസ് ഇളക്കി കൊടുക്കുന്നുണ്ട്. നീയാണ് ഏറ്റവും കൂടുതൽ, ആര്യനോട് പറയുന്നത് നീയാണ് ഏറ്റവും കൂടുതൽ അവിടെ ചിരിച്ചത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ വേണ്ടി നൂറ വന്ന് വിളിക്കുന്നുണ്ട് അനുവിനെ. എനിക്ക് അപ്പോൾ സൗകര്യമുള്ളപ്പോൾ കഴിയുമെന്നൊക്കെ അനുവോട് പറയുന്നുണ്ട്. റെന വന്നിട്ട് ഭയങ്കര വിഷയമാക്കുന്നുണ്ട്. അതായത് പാത്രം കഴുകാൻ വിളിച്ചിട്ടും അനു ചെയ്യുന്നില്ല, അത്ര പാത്രമെല്ലാം കൂട്ടിക്കിടക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പറയുന്നുണ്ട്. പിന്നെ അപ്പാനിയും വന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിൻ്റെ ഇഷ്ടത്തിന് പാത്രം കഴുകാനല്ല ഇരിക്കുന്നത്, നീ കറക്റ്റ് സമയത്ത് വന്ന് പാത്രം കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പനെയും പിന്നെ അനു റെന അങ്ങനെ വീണ്ടും അത് ഒന്ന് രണ്ട് പറഞ്ഞ് വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അക്ബർ അവിടെ നിന്ന് അനുവിനെ പറ്റി പാട്ട് പാടുന്നതാണ്, പാത്രം കഴുകുന്നതിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും അപ്പാനെയും അനുവും കൂടെ അടിയുണ്ടാക്കി വീട്ടിലിരിക്കുന്ന ഭാര്യയെ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് അനു എന്തോ അപ്പാനയുടെ ഭാര്യയെ വെച്ചിട്ട് എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. റെനയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പുറകെ നടന്ന് അനുവിൻ്റെ പുറകെ നടന്ന് ഇത് വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ മാനത്തും താഴെ ഇറങ്ങി നിൽക്കുക, നീ പോടി പണിയെന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനോട് പറയുന്നുണ്ട്. അനീഷ എന്നിട്ട് വന്ന് പറയുന്നുണ്ട് അനു ഇന്നലെ നീ ചെയ്യാത്ത എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഇന്നെന്താ നീ പണിയെടുക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ബറും അനുവും തമ്മിലുള്ള അതായത് അനുമോളുടെ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ അക്ബർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അനുവിനോട് പറയുന്നുണ്ട് നീ ഇവിടെ ഫാമിലി ട്രിപ്പിനൊന്നും വന്നതല്ലല്ലോ, മോളിപ്പം അന്നേരം അനുഭവിക്കുന്നുണ്ട് നിങ്ങളെന്ത് വന്നത് എന്നെ ചൊറിയാൻ വരുവാണോ, ഇത്ര ചീപ്പാണ്. അപ്പോൾ അക്ബർ വയ്ക്കുന്നത് ഇത്ര ചീപ്പാണ് അനുമോളുടെ സ്ട്രാറ്റജി, പാത്രം കഴുകി വെക്കാനൊക്കെ പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട്. അപ്പാനി എന്നിട്ട് പറയുന്നുണ്ട് ഗെയിം കളിച്ച് ജയിക്കുക, അല്ലാതെ ഈ സ്ട്രാറ്റജി പിടിക്കാന്നൊക്കെ. അപ്പോൾ ജിസേൽ വന്നിട്ട് ഇവരെ വിളിച്ചിട്ട് പോകുന്നുണ്ട്, പുള്ളി ചെയ്യാതെ ഷൗട്ട് ചെയ്യാതെ നീ ബാഡായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ അപ്പാനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അക്ബർ വീണ്ടും അനുവിനെ ചൊറിയുന്നുണ്ട്, ഇന്ന് ആവശ്യത്തിന് ക്യാമറ സ്പേസ് കിട്ടിയില്ലേ. പിന്നെ അനുവും ശൈത്യയും കണ്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. എനിക്ക് വീണ്ടും കരയുന്നുണ്ട് അനു ശൈത്യയോട് സംസാരിച്ചിട്ട്, എൻ്റെ വാശി കൂടി വരുവാന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ശൈത്യയോട് നിർബന്ധിച്ച് ശൈത്യനെയും കൊണ്ട് ചിരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയെന്ന് വിചാരിക്കട്ടെ, നീ ഒന്ന് കൈ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറും റെനയും മറ്റേ ശൈത്യനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യം അനുവിൻ്റെ അടുത്തേക്കാണല്ലോ ഇപ്പോഴത്തെ അക്ബർ റെന ഗതികേട് കൊണ്ടാണ് അനുവിൻ്റെ അടുത്ത് ശൈത്യ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യനെ കളിയാക്കുന്നുണ്ട്. പിന്നെ അനു ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റേ റെനയുടെ ബോയ് ഫ്രണ്ട്, അതായത് ഫാമിലി വീക്കിലാണ് സാധാരണ എല്ലാവരും അവനൊരു ഫാമിലി കൊണ്ടുവരുന്നത്. അപ്പോൾ റെന കൊണ്ടുവന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് വരണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞിട്ട് അനു കളിക്കുന്നത്. അപ്പം റെന പറയുന്നുണ്ട് ഈ ഇതിലേക്ക് ആണെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അപ്പം റെന അക്ബറിനോട് പറയുന്നുണ്ട് ഒരു അനു അമ്മായി കഥ അവിടെ നിന്ന് പമൂലിക്ക് നിന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇത് അക്ബർ അങ്ങോട്ട് വന്നപ്പോഴത്തേന് അനുമോളെ എഴുന്നേറ്റ് പോയി. അപ്പോൾ എന്നിട്ട് റെന വീണ്ടും പറഞ്ഞു
എൻ്റെ അതായത് അനു റെനയുടെ വീണ്ടും ഒരു അടിയോടെ ഉണ്ടാക്കുന്നു. എൻ്റെ പണി ഞാൻ നോക്കും, നീ ഇതിനകത്ത് വരാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനു റെനയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്നിട്ട് റെനപ്പം പറയുന്നത് മൂലയ്ക്കിരുന്ന് അമ്മായി വർത്താനം പറയുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ജിസയിലും അപ്പാനിയും റെനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആര്യനെയും അനുമോളെയും പറഞ്ഞിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ ആര്യനാണെങ്കിൽ ജിസേലിൻ്റെ അടുത്തു നിന്നല്ല അനുമോളുടെ അടുത്ത് പോയിട്ട് മറ്റേ ഭയങ്കര സംസാരമൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിപ്പുറത്ത് വരുന്ന ഇവർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനി റെനയും കൂടെ നമ്മുടെ ഷാനവാസിനെ അഭിലാഷിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം ഭയങ്കര സപ്പോർട്ട്, അനുവിന് ഭയങ്കര സപ്പോർട്ടാണ് ഇവർ. അതുപോലെ ഒനിയിൽ ഇവർ മറ്റേ ഇടത്തും വലത്തുമായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരത് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പാനി പറഞ്ഞ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കും, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം പറയുന്നുണ്ട് ഈ ഷാനവാസ് അഭിലാഷ് ഒനിയിലും ഒക്കെ കള്ളന്മാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഷാനവാസിൻ്റെ ഒരു ഗെയിമാണ്. അതായത് അനുമോളോ മറ്റേ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുകയാണെന്ന് കണ്ടപ്പം ഒരു സപ്പോർട്ട് പോലെ നിന്നിട്ട് അനുവിൻ്റെ മറ്റേ കരച്ചിൽ ഡ്രാമയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷനായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഷാനവാസ് ഉണ്ട്, അഭിലാഷുണ്ട്, ഒനിയിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇത് പറയുന്നുണ്ട്. എന്നിട്ട് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യണമെന്നൊക്കെ അനുവിനോട് ഷാനവാസ് പറഞ്ഞു കൊടുക്കും, അഭിലാഷൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് മറ്റേ അക്ബറിനെയും അപ്പാനെയും മറ്റേ ഓപ്പോസിറ്റ് ടീമിനെയും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് അപ്പാനി അക്ബറും പറയുന്നുണ്ട് അതുകൊണ്ട് അവന്മാരെ അവിടെ നിന്ന് എരികേറ്റി കൊടുക്കുവാണെന്ന്, നമ്മൾക്കെതിരെ എരികേറ്റി കൊടുക്കുവാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് നീ നോമിനേഷനൊന്നും പേടിക്കേണ്ട, അനുമോളോട് മോങ്ങിക്കൊണ്ടിരിക്കാതെ മര്യാദയ്ക്ക് കളിക്കാൻ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് പുറത്തിടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അതായിട്ട് എല്ലാവരും കൂടി ലിവിങ് റൂമിൽ വിളിക്കുന്നുണ്ട്, ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് സന്തോഷം, അതായത് നമ്മുടെ നെവിനെയും ജിസേലിനോട് വിളിച്ച് നിങ്ങൾക്ക് സന്തോഷമായി, അതേ സന്തോഷമായി ബിഗ് ബോസ്. അപ്പോൾ നിങ്ങളെ സന്തോഷം കേട്ട് ഞാൻ സന്തോഷവാനാണെന്ന് ബിഗ് ബോസ് പറയുന്നത്. അതിനുശേഷം പറയുന്നുണ്ട് അതെ അപ്പോൾ ബില്ല് അവിടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് ബിഗ് ബോസ് പറയും. അപ്പോൾ നെവിന് ജിസേലെ ബില്ലോ അതെ പണിപ്പുരയിൽ നിന്ന് എടുത്ത സാധനങ്ങൾക്കൊക്കെ ബില്ലുണ്ടെന്ന് ബിഗ് ബോസ് പറയും. അപ്പോൾ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാമോ എന്നൊക്കെ ജിസേൽ വയ്ക്കുമ്പോൾ ബിഗ് ബോസ് പറയും കൂടുതൽ വിശദീകരണവും ബില്ലും ഒക്കെയാണ് സ്റ്റോർ റൂമിലുണ്ട്, പോയി എടുക്കാൻ പറയും. അപ്പോൾ നെവിൻ എന്നിട്ട് പറയും ബിഗ് ബോസ് ഞാൻ പണിയെടുത്ത് തീർക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർ മറ്റേ വിശദീകരിക്കുന്ന ലെറ്ററൊക്കെ കൊണ്ടുവന്ന് വായിക്കുന്നു. അതായത് ഇവരാണെങ്കിൽ ശരിക്കും പണിപ്പുര കയറിയിട്ട് 20,250 പോയിന്റിനുള്ള സാധനമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനകത്തൊന്ന്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ടാസ്കുകൾ ചെയ്യണം. അത് ചെയ്യേണ്ടുന്നത് 7 അടിമകൾ ഇവർ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, അവരാണ് അത് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ 4 ടാസ്ക് ഉണ്ട്. ഈ 4 ടാസ്ക് ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 പോയിൻ്റ് ഉണ്ട്. അങ്ങനെ 20 റൗണ്ട്. അപ്പോൾ ഈ സെയിം സംഭവം തന്നെ 4 ടാസ്കുകൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 20 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ തീപ്പെട്ടി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം, എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഇടണം. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് മറ്റേ നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ് ഇങ്ങനെ 10 നട്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മേളി എടുത്തു, അതാണ് അതിൽ ഏറ്റവും പാടായിട്ടുള്ള ടാസ്ക്. തേർഡ് എന്ന് പറയുന്നത് കപ്പ് കൊണ്ടുള്ള കൊട്ടാരം ഉണ്ടാക്കണം. താഴെയാണ് 10 ഏറ്റവും മുകളിൽ 2 അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാക്കണം, സ്റ്റാക്ക് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തേന്ന് പറയുന്നത് 5 കുപ്പിയുണ്ട്, അതിന് ഫ്ലിപ്പ് ചെയ്യണം. ഇത്രയും 20 റൗണ്ട് പൂർത്തിയാക്കിയാൽ ഇവർക്ക് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് പണിഷ്മെൻറ്റും ഉണ്ട്. പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വച്ഛാധിപതികൾക്ക് ഇതിനകത്തിൽ 3 പേരെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടാം. പിന്നെ പിന്നുള്ള അടുത്ത ഇതെന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വരുന്ന വീക്കിലും അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ വീക്കിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല. ഇതായിരിക്കും ഇവർക്കുള്ള പണിഷ്മെൻറ്റ്. എന്നിട്ട് ഇവർക്ക് ഓരോ മാസ്കൊക്കെ കൊടുക്കുന്നത് ജിസേലിൻ്റെയും നെവിൻ്റെയൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ട്രൈ ചെയ്തിട്ട് ഷാനവാസ് ഇട്ടു. ബിന്നിയാണെന്ന് നട്ട് വയ്ക്കുന്നു, പക്ഷേ നട്ട് ഭയങ്കര പാടന്നെ. ലാസ്റ്റ് ആയപ്പോഴത്തേനും ബിന്നിയുടെ നിന്ന് താഴെ വീഴുന്നു. അവർ വീണ്ടും കണ്ടിന്യൂസ് ട്രൈ ചെയ്യുന്നു. പിന്നെ നെവിനും അനുവും കൂടെ ഉള്ള ഒരു ക്ലാഷ്. അപ്പോൾ നെവിൻ പറയുന്നത് നീ ആകാശത്ത് നിന്ന് താഴെ വാ. അന്നേരം അനു കളിയാക്കുന്നുണ്ട്, നീ ഫുഡിന് വേണ്ടി ജീവിക്കുന്ന സ്വേച്ഛാധിപതിയാന്നൊക്കെ പറഞ്ഞ് നെവിനെ കളിയാക്കുന്നുണ്ട്. അപ്പം വീണ്ടും മറ്റേ ബിന്നിയാണ് നട്ട് വയ്ക്കുന്നത് കളിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും പോകുന്നു. പിന്നെ ബിന്നി റെനയും ആര്യനും ഒക്കെ അത് ട്രൈ ചെയ്യുന്നുണ്ട്, അക്ബറും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല നട്ടിൻ്റെ സംഭവം. പിന്നെ അപ്പാനി അഭിലാഷും ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നിട്ടാണ് ഇവർ ഈ ഇതെല്ലാം ചെയ്യുന്നത്. അവിടെ കട്ടിലും എല്ലാം ഉണ്ട്. അപ്പോൾ അറ്റ് ടൈമിൽ 4 പേർക്കല്ലേ ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയുള്ളവർക്ക് കിടക്കാനൊക്കെ ഉള്ള എല്ലാ സംഭവമുണ്ട്. അപ്പോൾ രാത്രി ഇന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം രാവിലെ ആകുമ്പോഴത്തേന്. അപ്പോൾ എന്നിട്ട് ഇവരുടെ കഷ്ടപ്പാട് വേണ്ടിയിട്ട് പനിയും അഭിലാഷം ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. നൂറെ അതിലെ വന്നിട്ട് അനുമോലെ കഴിക്കാനൊക്കെ കൊടുക്കുന്നു. ഫുഡ് കഴിക്കാതിരിക്കാൻ ഇരിക്കല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ജിസയിൽ പോയിട്ട് ഞാൻ കഴിച്ചോളാം എന്നൊക്കെ അനു പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. നൂറയും അതിലെ അനുവിനെ നൈസായിട്ട് ആരെയും കാണാതെ കൊടുക്കുന്നുണ്ട്. പിന്നെ നെവിനാണെങ്കിൽ അടുത്ത സ്റ്റോർ റൂമിൽ പോകുന്നുണ്ട്. അവിടെ എന്താ കുഴിമന്തി ഉണ്ട്. അപ്പോൾ കുഴിമന്തി കണ്ടിട്ട് നെവിൻ പറയും ക്യാമറ നോക്കി ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വേച്ഛാധിപതികൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ആക്ടിവിറ്റി ഏരിയയിലുള്ളവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ വീടിനകത്തുള്ളവർക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം.
പിന്നെ നമ്മുടെ നെറ്റ് ടാസ്ക് വീണ്ടും കാണിക്കുന്നുണ്ട്. ലാസ്റ്റിലാണെങ്കിൽ ബിന്നി അത് വെച്ചു. പിന്നെ അടുത്ത ടാസ്ക് ഗ്ലാസ് സ്റ്റാക്ക് ചെയ്യുന്നത്, അത് റെന കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 5 കുപ്പി ഫ്ലിപ്പ് ചെയ്യുന്നത് അനീഷ് അത് ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. പിന്നെ നെവിനെ, നൂറ, ആദില, ശൈത്യ ഇവരെല്ലാം കൂടെ മറ്റേ ഇവർക്ക് കിട്ടിയ ഐസ്ക്രീം ഉണ്ടല്ലോ, ഐസ്ക്രീം കഴിക്കുന്നു. അങ്ങനെ എന്താ എന്നിട്ട് നിവിനപ്പുറത്ത് പറയാം, ഈ ഐസ്ക്രീം കഴിച്ചിട്ടെങ്കിലും അനുവിൻ്റെ ശബ്ദം അങ്ങ് പോട്ടെ എന്ന് പറയുന്നു. പിന്നെ അത് ജ്യൂസ് കുടിക്കുന്നപ്പോൾ എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ജ്യൂസിനകത്ത്, അത് ജിസേലിൻ്റെ ജ്യൂസ്, അതിനകത്ത് കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടെ കലക്കി നമുക്ക് തിരിച്ചു വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. ജിസേൽ അതിലേക്കൂടെ ബാത്റൂമിൽ കയറിയ സമയത്താണ് ഇവർ ഇതിങ്ങനെ അടിച്ചു മാറ്റുന്നത്. അപ്പം ജിസേൽ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടിട്ട് ഇവരെല്ലാവരും ഒളിക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നെവിനും ജിസേലും മറ്റേ നെവിനാണ് ജിസേലിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, പിള്ളേർക്ക് അവർക്കാണ് ഞാൻ ഐസ്ക്രീം എടുത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഗേൾസും വന്ന് ചോദിച്ചു ഞാൻ കൊടുത്തു, നീ അത് അറിഞ്ഞായിട്ട് ഭാവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ജിസേലിനോട് പറയുന്നുണ്ട്. പിന്നെ രാത്രി പിന്നെ എല്ലാവരും കിടക്കാൻ നെവിൻ ഉറങ്ങും. 1 മണിക്കാണ് കണ്ടത് തോന്നുന്നു. ജിസേൽ വന്നിട്ട് നെവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത്, അതായത് നീ കാജു കഡ്ലി എന്തിനാണ് അവർക്ക് എടുത്ത് കൊടുത്തത്, ഈ ഇഡിയറ്റ്സ് ആണെങ്കിലും വെറുതെ ഇതെല്ലാം കഴിച്ചിട്ട് ഇവിടെ ഉറങ്ങുക ചെയ്യുന്നത്, പാവം അവിടെ ആക്ടിവിറ്റി ഏരിയ എന്നിട്ട് കളിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി ഒന്നും വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റെ അടുത്ത് ജിസേൽ പറയും. ഇത് കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അനു പറഞ്ഞു ഒന്ന് നിർത്തിയിട്ട് പോടി എന്നൊക്കെ പറയുന്നു. അന്നേരം ജിസേൽ പറഞ്ഞു, ഹോൾ ഡേ യു ആർ അബ്യൂസിങ് പീപ്പിൾ, ഞാണെന്നുണ്ടെങ്കിൽ ഒരു കൾച്ചറൽ ലേഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ പറയുന്നു. പിന്നെ നമ്മുടെ ടാസ്ക് ആണെങ്കിലും സ്റ്റിൽ അവർ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.